മലേഷ്യൻ യാത്രയിലെ അവസാനത്തെ സ്റ്റോപ്പാണ് ലങ്കാവി. ഞങ്ങളിപ്പോൾ കോലാലംപൂരിൽ നിന്നും ലങ്കാവിയിലേക്ക് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഹൈ വ്യൂവേഴ്സ്, വെൽക്കം ടു ട്രാവലിംഗ് വിത്ത് ആറസ്. അപ്പൊ നമ്മൾ പോകുന്നത് എവിടേക്കാന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ലങ്കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലങ്കാവി ഐലാൻഡുകളാൽ നിറഞ്ഞൊരു സ്ഥലമാണ്. നിങ്ങൾ തായ്ലാൻഡിലെ ഫുക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത പറയുന്നത് സ്കൈ ബ്രിഡ്ജ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ഐലൻഡുകൾ കണ്ടതിന് ശേഷം അവിടെയായിരുന്നു പോരുന്നത്. ഈ വീഡിയോ കുറച്ച് വലിയൊരു വീഡിയോ ആണ്, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാ സ്ഥലങ്ങളും വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളിപ്പോൾ ലങ്കാവിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. കണ്ടില്ലേ, ദ്വീപുകളൊക്കെ വളരെ ചെറിയ ചെറിയ ദ്വീപാണെങ്കിലും ആ കടലിന്റെ ഇടയിൽ കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുള്ളതായിരുന്നു. ഞാൻ പൊതുവെ വീഡിയോസ് എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അതിൽ വോയിസ് കൊടുക്കുന്നതും പറയുന്നതും വളരെ വലിയൊരു ടാസ്ക് ആണ്. കാരണം അറിയാലോ, വോയിസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വളരെ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്ന് ചെയ്യണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഇനി നെക്സ്റ്റ് സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ എന്തായാലും ഡയറക്റ്റ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വർക്കിന്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് എന്റെ എല്ലാ വീഡിയോസും കുറച്ച് ഡിലേ ആവുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒക്കെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കണ്ട്. ലങ്കാവിയിലെ ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡും ഒക്കെ ആയിട്ട് വന്നത് ഒരു കപ്പിളായിരുന്നു. ഭാര്യയും ഭർത്താവും അടിപൊളിയായിരുന്നു. ഒരു 60+ ആയിരുന്നു അവര്. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിൽ അവരെ കാണാം. ഞങ്ങൾ അങ്ങനെ ലാൻഡ് ചെയ്തു. നമ്മുടെ ഡ്രൈവർ പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോർഡിനേറ്റർ മെസ്സേജ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ലങ്കാവിയിൽ എവിടെയാണ് ഇഷ്ടമായതെന്ന് വെച്ചാൽ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. ഒരു ചെറിയ എയർപോർട്ടായിരുന്നു ലങ്കാവി. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ കേട്ടോ. ഞങ്ങളിപ്പോ എത്തിയപ്പോ ഒരു 5:30 ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഈവനിങ് കാണേണ്ട കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. റൂമിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കാണാൻ പോകുന്ന കാഴ്ചകൾ. അതായത് നമ്മൾ ആദ്യം പോകുന്നത് ലങ്കാവി സ്ക്വയറിലേക്കാണ്. ലങ്കാവി സ്ക്വയർ അറിയുന്നത് ഈഗിളാണ് ലങ്കാവിന്റെ ചിഹ്നം എന്നൊക്കെ നമുക്ക് പറയാം. ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നതിനേയും കാട്ടി കൂടുതലും പുറമേ കാണുന്നതാണ് ഇഷ്ടം. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ കാണാൻ പറ്റിട്ടോ. ഞങ്ങൾ ആദ്യം പോയത് ഈ ഒരു ബീച്ച് ഏരിയയിലായിരുന്നു. ജസ്റ്റ് വെറുതെ കുറച്ചു നേരം അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ പോയി. നോക്ക്, സ്കൈ കണ്ടില്ലേ, ഫുൾ കാർമേഘം. നല്ല മഴ വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ നിന്നില്ല. ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ മഴയൊക്കെ ഓൾറെഡി പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റിന്റെ ഏരിയന്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു പോവേണ്ടിയിരുന്നത്. അപ്പം ഈ വ്യൂ കണ്ടപ്പം ഡ്രൈവർ അവിടെ നിർത്തി തന്നു. നമ്മൾ ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കണ്ടില്ലേ, മഴ പൊടിയുന്നുണ്ട്. ക്യാമറയിൽ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ അധികം നിന്നില്ല, അങ്ങോട്ട് കേറി. മഴവിൽ കാണാൻ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകുമ്പോഴും കണ്ടു. ഞാൻ കുറേ നേരം അത് നോക്കി നിന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ ആ ബീച്ച് ഏരിയയിൽ നിന്നില്ലേന്നോ, ആ സമയത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഇത് നോക്കുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിലൂടെ പോകുന്ന ഒരു ഫീൽ തന്നെയല്ലേ കാണുമ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്.
ഡ്രൈവർ ഞങ്ങളെ വിശേഷമൊക്കെ ചോദിച്ചു, ഞങ്ങൾ മലേഷ്യയിൽ എവിടേക്കാ പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ താരേനെ കണ്ടപ്പം അവര് പറയായിരുന്നു അവരെ പേരക്കുട്ടീനെ പോലെ ഉണ്ട് എന്ന്. അപ്പൊ താരേനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവർക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബംഗാവി സ്ക്വയർ. ബംഗാവി സ്ക്വയർ ഈഗിളിന്റെ ആ സ്റ്റാച്യു ഉണ്ടല്ലേ, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സുഭാഷ് മുന്നിൽ ഓടുന്ന കണ്ടോ? എന്തിനാന്നറിയോ? ആ സൺസെറ്റിന് കണ്ടിട്ടാ. കുറെ കാലമായി ഇങ്ങനെ ഒരു സൺസെറ്റ് കണ്ടിട്ട്. കാരണം അടിപൊളി സൺസെറ്റ് ആയിരുന്നു അത്. ഇപ്പൊ അടുത്തൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ സൺസെറ്റ്. അല്ലെങ്കിൽ നമ്മൾ കണ്ണൂരിൽ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകും. സുഭാഷ് ഏട്ടൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് ഇരുന്ന് കുറെ നേരം സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വരാറ്. പക്ഷെ ഇപ്പൊ കുറെ കാലമായി അങ്ങനെയൊക്കെ പോയിട്ട്. ഫോണ് കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ധാര കുറെ നേരമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനിനെ നോക്കിയിരിക്കുന്നു. സുഭാഷ് ഏട്ടൻ മാക്സിമം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കാരണം മൂപ്പർക്കും എനിക്കും ഇനിയും ഭ്രാന്ത് മൂപ്പർക്കാട്ടോ ഈ ഒരു സൺസെറ്റ് കാണുമ്പോൾ. എത്ര ഫോട്ടോ എടുത്താലും മതിയാവൂല, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ മഴക്കാറും കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അധികം നിൽക്കാഞ്ഞത്. പക്ഷെ എന്നാലും മാക്സിമം ഞങ്ങൾ ഈ വ്യൂ നന്നായി എൻജോയ് ചെയ്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പോയ പ്ലേസ് ആണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പാരീസിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നതിന്. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിലെ കളർ മാറുന്നത് കേട്ടോ. ഇതാണ് മഹാ ടവർ. എന്തിനോടാണ് ഇതിങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ടവർ ആയിരുന്നു ഇത്. ഒരുപാട് വലിപ്പമൊന്നുമില്ല, എന്നാലും വലിപ്പമുണ്ട്. ഇതിന്റെ കളർ മാറുന്നതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് കേട്ടോ. കാരണം ഓരോ കളർ മാറുമ്പോൾ താര അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് കളറുകൾ അറിയാം എന്നുള്ള ഒരു അഹങ്കാരം ഇപ്പൊ വന്നിട്ടുണ്ട്. എല്ലാ കളറുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ അവിടെ നന്നായി മിന്നൽ അടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. നാളെ നമ്മൾ ദ്വീപ് കാണാനാണ് പോകുന്നത്. ഞങ്ങളെ ഹോട്ടലിൽ നിന്നും പിക്ക് ചെയ്ത് ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. ഇവിടെ നിന്നാണ് നമ്മൾ ഐലാൻഡിലേക്ക് പോകുന്നത്. എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. ഈ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ബോട്ടില് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ തമിഴ് കപ്പിൾ ഉണ്ടായിരുന്നു. പിന്നുള്ളത് 2-3 ഫോറിനേഴ്സും പിന്നെ ഈ നാട്ടിലെ തന്നെ എല്ലാ ആളുകളായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കുട്ടി ഡ്രൈവർ. ആൾക്ക് വലിപ്പം ഇല്ലെങ്കിലും ഇയാൾ ഓടിക്കുന്ന കാണുമ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഇന്നലെ പോയ ടവർ ഇവിടുന്ന് കാണാൻ പറ്റിട്ടോ. ഇതാണ്. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം പോകാനുണ്ട് ഫസ്റ്റത്തെ ഐലാൻഡിലേക്ക്. ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. താര ലൈഫ് ജാക്കറ്റ് ഇടാൻ കുറച്ച് മടിച്ചിരുന്നു. ഇവിടെ ഒരുപാട് ഐലാൻഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എല്ലാം ഒന്നും പോവാൻ പറ്റൂല. കാരണം അവിടെ ആൾ താമസമില്ല, ടൂറിസ്റ്റ് ഏരിയ ആക്കിയിട്ടില്ല. പോകാൻ പറ്റുന്ന 2-3 ഐലാൻഡുകൾ ഉണ്ട്. ചിലതൊക്കെ പ്രൈവറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് 2 ഫസ്റ്റ് പോകുന്നത് ചെറിയ ഒരു ഐലാൻഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ഐലാൻഡ്. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. എനിക്ക് ശരിക്കും വലിയ പുതുമയായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം തായ്ലൻഡിൽ പോയൊരു ചെറിയ അഹങ്കാരം ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ കണ്ടപ്പം എനിക്ക് സെയിം ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
പക്ഷെ താരയുടെ ഫസ്റ്റ് ടൈമാണ് ഇത് കേട്ടോ. കാരണം താര ഇതുവരെ പോയ രാജ്യങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. കൂടുതലും ഹിൽ സ്റ്റേഷനും അങ്ങനത്തെ ഉള്ള ഒരു ഏരിയകളാണ് അവൾ പോയത്. അപ്പൊ താരയ്ക്ക് കുറച്ചുകൂടെ പുതുമയുള്ള നിറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് അത്രയൊന്നും തോന്നിയില്ല. പിന്നെ ഈ കാണുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നു, കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ താര അവിടെയൊക്കെ ഓടിക്കളിച്ച് കുറെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കിയെടുക്കുക, ഇതൊക്കെയായിരുന്നു അവളുടെ ഒരു ഹോബി. പിന്നെ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കടലിലേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി കൂടുതൽ കരിയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തണലിൽ തന്നെയാണ് കുറെ നേരം സ്പെൻഡ് ചെയ്തത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ പോയ ഒരു ഏരിയ ഇതായിരുന്നു. ഇത് എന്താന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല. കാരണം കുറച്ച് ബോട്ട്സ് ഒക്കെ ഇവിടെ നിർത്തുന്നുണ്ട്. കുറെ പരുന്തുകളാണ്ടല്ലേ, പരുന്തൊക്കെ ഉണ്ട്, വേറെ ഏതൊക്കെയോ പക്ഷികളും ഉണ്ട്. ഇങ്ങനെ താഴെ വരുന്നുണ്ട്, മീനിനെ പിടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അത് കുറച്ചു നേരം നോക്കി കാണുന്നു. ഇതായിരുന്നു ഈ ഒരു ഏരിയയിൽ നിർത്തിയതിന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലായത്. വേറെ കാര്യമായിട്ടൊന്നും ഇവിടെ കാണാനില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നും വേറൊരു ഐലാൻഡിലേക്ക്, അത് കുറച്ചുകൂടെ വലുതാണ്, അവിടെയാണ് കുറച്ചും കൂടി ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തതും കുറച്ചുകൂടെ കാണാനുണ്ടായിരുന്നതും അവിടെയായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ. ഈ കാണുന്നവരായിരുന്നു ഞങ്ങളുടെ ബോട്ട് മേറ്റ്സ്. കൂടുതൽ ഹിന്ദിക്കാരായിരുന്നു. പക്ഷെ അധികമൊന്നും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ഫോട്ടോ എടുക്കുക, അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. പിന്നെ ബോട്ടിലായതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പ്രഗ്നന്റ് വുമണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും ഒരു പ്രഗ്നന്റ് ലേഡി കിടക്കുന്ന പോലെ. അത് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്തത്. മലേഷ്യയുടെ മെയിൻ അട്രാക്ഷനിൽ ഒന്നാണ് ലങ്കാവി. ലങ്കാവിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. മലേഷ്യയിൽ ലങ്കാവി മാത്രമല്ല, മറ്റു പല പ്ലേസുകളും ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം പ്രോഗ്രാംസ് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ദയാൻ ബണ്ടിങ് ഐലാൻഡ്. ഈ ഐലാൻഡിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബാച്ചിലേഴ്സിനാണ് ശരിക്കും ഇവിടെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഇത്ര ആക്ടിവിറ്റീസ് അങ്ങനത്തെ ആയിരുന്നു. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഐലാൻഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഐലാൻഡ് ടൂറ് ഉച്ചവരെയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ സ്കൈ ബ്രിഡ്ജ് ഒക്കെ കാണാൻ പോകുന്നത്. ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മലേഷ്യയിൽ ഞാൻ വരുമ്പോൾ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിരുന്നു, കോട്ടൺ ഡ്രസ്സായിരുന്നു ഇത്. ബീച്ച് ഏരിയ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഡ്രസ്സ് വേണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ മുന്നേ പ്ലാൻ ചെയ്തു, സെലക്ട് ചെയ്തു, സുഭാഷിന് അയച്ചു കൊടുത്തു. അവനിഷ്ടമായി. പിന്നെ ഞാൻ ഈ പൂവ് അവനെ കൊണ്ട് വരുമ്പോൾ വാങ്ങിപ്പിച്ചതായിരുന്നു. അതൊക്കെ എനിക്ക് എന്താ പറയാ, ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത ഒരു ലുക്കായിരുന്നു അത്. ഞാൻ ഫോട്ടോസൊക്കെ കുറെ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ പെടുന്നതാട്ടോ. ഞങ്ങൾ നേരെ നടന്നു വന്നപ്പോൾ തന്നെ ഒരു ജ്യൂസിന്റെ ഒരു കട ഉണ്ടായിരുന്നു. അവര് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞി ഗ്ലാസ്സിൽ ജ്യൂസ് തരും. ഏതെങ്കിലും ഒരു ഫ്ലേവർ എടുക്കാം. കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയായിരുന്നു അത്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു മാംഗോ ഒക്കെ വാങ്ങി കുടിച്ചിട്ടായിരുന്നു പോയത്.
ഇതിന്റെ ഉള്ളിൽ സെറ്റ് ആക്കിയിട്ടുള്ളതാണ് ഈ ജിയോ പാർക്ക്. ഇതൊരു കാടിനെ പോലെ, അതായത് ഫോറസ്റ്റ് ഏരിയ ആണത്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാം. നടക്കുന്നത് മുഴുവൻ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. ഇവിടെ കൂടുതലും കുരങ്ങന്മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ പാടില്ല, ഫോണ് സൂക്ഷിക്കണം. അതൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്നു. താരെ കുറച്ച് നടക്കാനൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ സുഭാഷ് എടുത്ത് നടക്കുകയും ചെയ്തത്. ഇതിന്റെ ഫുൾ നെയിമാണ് ഡയാൻ ബണ്ടിങ് മാർബിൾ ജിയോ ഫോറസ്റ്റ് പാർക്ക്. ഇത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലങ്കാവിയിൽ വരുന്ന എല്ലാവരും ഈ ഒരു ഐലാൻഡ് വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അതുപോലെ ഇവിടെ സ്കൂബ ഡൈവിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തില്ല. ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പേടിച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് വെള്ളം പേടിയാണ്. മഴക്കാടുകളിലൂടെയുള്ള യാത്ര എപ്പോഴും ഒരു രസകരമായിട്ടുള്ള ഒന്നാണ്. യുനെസ്കോ എന്തുകൊണ്ടാണ് ഇത് അംഗീകരിച്ചതെന്നുള്ളതിലാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉള്ളത്. ഇവിടെ ഒരുപാട് വർഷക്കണക്കിന് മുന്നേ, അതായത് ദശലക്ഷക്കണക്കിന് എന്ന് പറയാം, വർഷങ്ങളായി കൊത്തിയെടുത്ത ചുണ്ണാമ്പ് കല്ലിനും മാർബിൾ ഘടനയ്ക്കും പേര് കേട്ടതാണ് ഈ ദ്വീപ്. ശരിക്കും പഴയ ഒരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പോലെയാണ് ഈ ഒരു ദ്വീപ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നടക്കണം ഒരു 10 മിനിറ്റോളം. എന്നിട്ട് എൻഡ് ചെയ്യുന്നത് പറയുന്നത് ഒരു തടാകം പോലെയുള്ള ഏരിയയിലാണ്. ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. വേറെ ഒന്നിനും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. നമ്മളെ ഈ തടാകം ചുറ്റും ഒരു മലയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ കാട് പിടിച്ച മലയുടെ ഇടയിൽ ഒരു സ്പേസ്, അവിടെ വെച്ചിട്ട് ഒരുപാട് പേര് പലതരം ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഈ കയാക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു ഏരിയ ആണത്. കുറച്ചുകൂടെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങണം. സ്റ്റെപ്പ് ഇറങ്ങി അവിടേക്ക് എത്താനുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരു ഏരിയ. ഭയങ്കരമായിട്ട് എക്കോ വരും കേട്ടോ ഇവിടെ. നമ്മൾ ഉറക്കെ ഇങ്ങനെ വിളിച്ച് നമ്മളെ പേര് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എക്കോ അടിക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് പേര് അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ കയാക്കിംഗ് ആക്ടിവിറ്റി, അതും ചെയ്യുന്നവരുണ്ട്. മൊത്തത്തിലൊരു കാടിന്റെ ഉള്ളിലാണ് ഈ ഒരു ഏരിയ. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു, തിരിച്ചു കയറുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തും കയറാൻ നിന്നില്ല. അറിയാലോ, താരനെ വെച്ചിട്ടൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിച്ചിങ്ങനെ കയറിപ്പോയി. ഞങ്ങൾക്ക് അവിടെ 15 മിനിറ്റ് മുന്നെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് 1.5 മണിക്കൂർ ടൈം തന്നത്. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ചുറ്റിക്കണ്ട് കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ ബോട്ടിന്റെ ഏരിയയിലേക്ക് പോകുമായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഞാനും താരം കുറെ ടൈറ്റാനിക് സ്റ്റൈലിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. അതുപോലെ ഇവിടെ വന്നതിൽ ഈ ഒരു ഏരിയ എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ പോയിട്ട് നമ്മുടെ ബോട്ടിൽ കയറേണ്ടത്. അപ്പൊ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. താരയ്ക്ക് കുറെ ഓടി കളിക്കാനുള്ളതുകൊണ്ട് അവള് മാക്സിമം എൻജോയ് ചെയ്തു. ഇവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സ്കൈ ബ്രിഡ്ജ് ഒക്കെ കാണാൻ പോകുന്നത്. അപ്പം അതിന്റെ ഡ്രൈവറായി വന്നത് ഞാൻ പറഞ്ഞില്ലേ, കപ്പിള്,
അതിലെ വൈഫാണ്, അവരെ വൈഫായിരുന്നു വന്നത്. ഈ ലേഡിയാണ് കേട്ടോ അത്. ഞാൻ പിന്നെ ബീച്ച് സ്റ്റൈൽ ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അച്ഛനും മോളും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഇവിടെ വന്നു. ഇവിടെ എത്തിയപ്പം ഒരു 4:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. വല്ലാതെ ലേറ്റ് ആവാനും പറ്റൂല, കാരണം ഇവിടെ വേഗം ക്ലോസ് ആവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് ഓടിപ്പിടിച്ചെല്ലാം കാണാം എന്നുള്ള രീതിയിൽ നടന്നത്. ഇതാണ് ഓറിയന്റൽ വില്ലേജ്. ഈ വില്ലേജും കുറെ കാണാനുണ്ട് നടന്നിട്ട്. ഈ വില്ലേജിൽ ഒരുപാട് ഷോപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ പോവാൻ നമ്മൾ എന്തെങ്കിലും വാങ്ങണം, പക്ഷെ നമുക്ക് വാങ്ങണം എന്നുള്ള ലക്ഷ്യമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ പോയത് സ്കൈ ക്യാബാണ്, അതായത് കേബിൾ കാർ. അതിൽ കയറിയാൽ കാണുന്നതാണ് സ്കൈ ബ്രിഡ്ജും സ്കൈ ഗ്ലൈഡൊക്കെ. പിന്നെ ഇതിന്റെ താഴെ 3D മ്യൂസിയം ഉണ്ട്, അത് കാണണം. സ്കൈ റെക്സ് അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കയറുന്നത് കേബിൾ കാറിലാണ്. കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് ടോപ്പിലെത്താൻ. അതിന്റെ ഇടയിൽ നമ്മളൊരു സ്റ്റോപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പോലത്തുള്ളൊരു സ്റ്റോപ്പാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഞാൻ നിങ്ങളോട് മലേഷ്യ എന്ന് ജെൻഡിങ് ഹൈലാൻഡിൽ പോയപ്പം കേബിൾ കാറിൽ കയറുമ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ലങ്കാവിയിലുള്ള കേബിൾ കാർ ആയിരുന്നു ഇഷ്ടം എന്ന്. അത് എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കേബിൾ കാറിൽ കയറേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നില്ല. ഇതിങ്ങനെ ഡോറ് തുറന്നിട്ട് അടുത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ പതുക്കെ അതിലേക്ക് ചാടിക്കയറണം. അത് എൻഡ് ചെയ്യുന്ന പോയിന്റിന്റെ മുന്നേ തന്നെ കയറണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ. ഈ താഴെ കാണുന്നതാണ് സൂ ആട്ടോ. ഇവിടെ നമുക്ക് കാണണം, പക്ഷെ നമ്മൾ താഴെ ഇതെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇത് ക്ലോസ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, സൂ അല്ലേ, നമ്മളെപ്പോഴും കാണുന്നല്ലേ. അധികം ഒന്നും ജീവികൾ അവിടെ ഇല്ലായിരുന്നു, എന്നാലും അത് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വ്യൂ അടിപൊളിയായിരുന്നു. ഈ സ്കൈ ക്യാബില് കയറുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോറസ്റ്റ് വ്യൂ ആയിരുന്നു എന്ന്. അവിടെ നമ്മൾ കണ്ടത് ഫുൾ ബിൽഡിംഗ് ആയിരുന്നു. ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇത് കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ളതായിരുന്നു. താരയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് അവൾക്ക് കാണാൻ പറ്റി. ആസ് യൂഷ്വൽ താര ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ വ്ളോഗിലും ഈ എക്സൈറ്റ്മെന്റ് പറയാന്നല്ലാതെ എനിക്ക് വേറൊരു പോയിന്റ് ഉണ്ടാവാറില്ല. കാരണം അവൾ അങ്ങനെയാണ്, അവൾ ഭയങ്കരമായിട്ട് എന്റെ ഒരു ചെറിയ വേർഷനാണ് അത്. ആ ഒരു കാര്യത്തില് ഞാനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓവർ എക്സ്പ്രഷൻ ആണ്. അതുപോലെ തന്നെയാണ് അവളും. എന്തായാലും ഈ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു വാട്ടർഫാളും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സൈഡില്. അതിന്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ പറഞ്ഞത് സ്കൈ ബ്രിഡ്ജിലേക്ക് പോകുന്ന ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ. ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ബീച്ച് ഏരിയയും ഐലാൻഡ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്കൈ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഒന്നെങ്കിലും മഴക്കാറോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്, ഇന്നൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ പോയിന്റ് കേട്ടോ. സ്കൈ വാക്ക് എന്നാണ് പറയുന്നത് ഇവിടെ. പക്ഷെ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ പിന്നെ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു ഞങ്ങളെ പാക്കേജിൽ. പിന്നെ ഞങ്ങൾ അങ്ങനെ റിസ്ക് എടുത്തില്ല, കാരണം ആ പോയിന്റിൽ നിന്ന് കാണുന്നതിന് ഈ പോയിന്റിൽ നിന്നിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചുറ്റി കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ട്രിപ്പിലാണ് താര കൂടുതലും മങ്കീസിന്റെ ഫാൻ ആയി തോന്നുന്നുണ്ട്. കാരണം അവളെ എടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ട്രിപ്പിൽ അവൾക്ക് അങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, സ്കൈ ബ്രിഡ്ജ് ആണ് ആ കാണുന്നത്. ഇനി നമ്മൾ അവിടേക്ക് വേണം വീണ്ടും കേബിൾ കാറിൽ തന്നെ പോവാൻ.
ഇങ്ങനത്തെ ബീച്ച് ഏരിയയും ലൈറ്റ് ബ്ലൂ കളർ വെള്ളവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നല്ല രസമായിരുന്നല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ലാത്തതെന്ന്. ഇവിടുന്ന് വേണം നമുക്ക് സ്കൈ ബ്രിഡ്ജിലേക്കും ഗ്ലൈഡിലേക്കും കയറാട്ടോ. അപ്പൊ ആദ്യം ഗ്ലൈഡിലേക്കാണ് കയറുന്നത്. എന്താ ഈ സംഭവം എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പം വരും ആള്, നോക്കി നിന്നോ. ഇതാണ് മോനെ ഞാൻ പറഞ്ഞ സ്കൈ ഗ്ലൈഡ്. സംഭവം ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതിൽ ഇത്ര പേര് എന്നുണ്ട്, ഒരു 8 പേരിട്ടും കയറാൻ പറ്റും. അതിൽ കയറുന്ന എന്നിട്ട് താഴേക്ക് പോകും. എന്നിട്ട് താഴേക്ക് പോയാൽ നമ്മൾ ആദ്യം കാണുന്നതാണ് ഈ സ്കൈ ബ്രിഡ്ജ്. ഇവിടെ കാണാൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറുന്ന ഈ ഒരു സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് കേട്ടോ. ഇവിടുന്ന് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോണം. സൈഡിൽ നമുക്ക് ഗ്ലാസ് കാണാൻ പറ്റും. പിന്നെ ആ അറ്റത്തും പോയിട്ട് തിരിച്ചു വരണം. ഇതാണ് സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചെറുതായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇപ്പം സമയം കുറച്ചുകൂടെ ലേറ്റ് ആയി, ഒരു 5:30-6 മണിയാവാനായിട്ടുണ്ട്. അപ്പം പിന്നെ അറിയാലോ, ഇവിടെ ഇങ്ങനെ ഫോഗൊക്കെ വരും, കോട ഇറങ്ങും, പിന്നെ കുറച്ചുകൂടെ തണുപ്പ് വരും. അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, വന്നു തുടങ്ങി. കണ്ടില്ലേ, നല്ല രസമായിരുന്നു കാണാന്. കുറച്ച് പക്ഷെ തണുപ്പ് വരുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് 3D മ്യൂസിയം കാണാനാണ്. അവിടെയും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ വാട്ടർഫോൾ ആട്ടോ ഇത്. നല്ല രസമല്ലേ കാണാന്. ഇന്ന് നമ്മൾ നേരെ പോയത് സ്കൈ ഡോമിലേക്കാണ്. അവിടെ നിന്നും പോയത് 3D മ്യൂസിയം കാണാനാണ്. 3D മ്യൂസിയം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താണ് ഈ 3D ആർട്ട് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഉള്ളിൽ കയറിയപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി മനസ്സിലായത്. സംഭവം കുറച്ച് ടെററായിരുന്നു കേട്ടോ. ഈ കാണുന്നതിന്റെ നടുവിൽ നമ്മൾ പോയി നിൽക്കണം. അത് എവിടെ നിൽക്കണം എന്നുള്ളതും എവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളതും താഴെ ഒരു ഫ്ലോറിൽ നമുക്ക് സ്ക്വയറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ നിന്നിട്ട് വേണം കറക്റ്റ് ഫോട്ടോ എടുക്കാൻ. അപ്പൊ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ താഴെ നിൽക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. താഴെ കുറേയൊക്കെ സ്ഥലങ്ങളിൽ പേടിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും കൂട്ടാക്കിയില്ല. പക്ഷെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഒരു രസകരമായിട്ടുള്ളത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഇതൊരു ഷോ, ആ ഒരു നേരത്ത് ഇവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഇത് മറ്റേ പഴയ ഈജിപ്തിന്റെ ഒരു കൾച്ചറും പിന്നെ ഫാരീന്റെ ഒരു കൾച്ചറും, അങ്ങനത്തെ 2 കൾച്ചറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഇരുട്ടായതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അധികം എടുക്കാൻ നിന്നില്ല. ഫുൾ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതായിരുന്നു. നല്ല രസമുള്ള ഒരു ആയിരുന്നു. പക്ഷെ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും താരയ്ക്ക് പേടിയായി, പിന്നെ കരച്ചിലായി. അറിയാലോ, ഭാഗ്യത്തിന് ഞങ്ങളതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഈ സ്കൈറെക്സും സ്കൈ ഡോമും എന്തായിരുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. കാരണം അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമുക്ക് കാണാനുള്ളത് മെയിനായിട്ട് ഈ കേബിൾ കാറും സ്കൈ ബ്രിഡ്ജും ആയിരുന്നു. അത് നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ സൂവിലേക്ക് പോയി. അത് അവിടെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് പക്ഷികളും മൃഗങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
യാത്രയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതൊക്കെയായിരുന്നു ലങ്കാവിയിലെ മെയിൻ കാഴ്ചകള്. ഇന്നത്തോടെ നമ്മുടെ ലങ്കാവി ട്രിപ്പ് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ കുറച്ചൊന്ന് ചുറ്റിക്കണ്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം കോലാലംപൂരിലേക്ക് പോയി. കോലാലംപൂരിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കാലിക്കറ്റിലേക്ക്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മലേഷ്യൻ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.